ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു തേൻ മിഠായിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ചെറിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തേൻ മിഠായി നമുക്ക് പല രീതിയിലുണ്ടാക്കാം. ഒത്തിരി ഈസി ആയിട്ടുള്ള രീതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് പുളിച്ച ദോശമാവ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് മാത്രം മതി. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു തേൻ മിഠായി ഉണ്ടാക്കാം. അപ്പം ഇനി അതിന് വേണ്ടിയിട്ടുള്ള കളറാണ്. എൻ്റെ അടുത്ത് റെഡ് കളർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നത്. റെഡാണ് നമുക്കിതിൽ കൂടുതൽ നല്ലത്. അപ്പം നമ്മൾ ദോശമാവിലേക്ക് ആവശ്യത്തിനുള്ള കളർ എടുക്കാം. കളർ എടുത്തതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് അപ്പക്കാരം, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു തേൻ മിഠായി ഉണ്ടാക്കാം. നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഒത്തിരി കളർ ഇടുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് ലൈറ്റായിട്ടുള്ള കളറായാലും കുഴപ്പമില്ല. കാരണം ഫുഡ് കളറൊന്നും അധികം നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഒത്തിരി കളർ ഇടുന്നില്ല. ആവശ്യത്തിനുള്ള കളർ മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂണോളം അപ്പക്കാരം, ഇത്രയാണ് ഇടുന്നത്. ഇനി ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ മാവിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഏത് വലിപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങൾക്ക് ഇതുപോലെ ചെറുതെ മാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ കളറ് മാറി തുടങ്ങുന്ന ടൈമിൽ നമുക്കത് പഞ്ചസാര ലൈനിലേക്ക് ഇടാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ തേൻ മിഠായി റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ദോശമാവ്, പുളിച്ച ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ തേൻ മിഠായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണേ. അപ്പോൾ ഇതാണ് കണക്ക്. ഇതുപോലെ നല്ല കളറ് മാറി വരുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി എൻ്റെ കയ്യിലുള്ള ബാക്കി മാവ് കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ലായനി റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം അത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിഠായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.